ഹായ് ഫ്രണ്ട്സ്, മടുത്തൊരു മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ സ്റ്റാൻലിയുടെ വൈഫിൻ്റെ ചേച്ചി റീത്തമ്മയും മോളും വന്നിപ്പം റീത്തമ്മയുടെ കഥകളൊക്കെ പറയുവാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, റീത്തമ്മ 24 വർഷം മുമ്പ് നടന്ന സംഭവമായത്. അന്ന് ഞാൻ എൽസമ്മയെ കെട്ടിയിട്ടില്ല, എനിക്ക് മക്കളും ഇല്ല. അന്ന് 24 വർഷം മുമ്പ് എനിക്കൊരു പ്രണയബന്ധത്തിലുണ്ടായതാണ് ഈ മകൾ. ഇങ്ങനൊരു മകളുണ്ടെന്നോ അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ അവൾ അനാഥാലയത്തിൽ വളരുന്നുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അലീനയെ എൽസമ്മയ്ക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകാം, അല്ലെങ്കിൽ എൽസമ്മയ്ക്ക് ഡിവോഴ്സ് ചെയ്യാം. ദാമ്പത്യ ജീവിതം ശവക്കല്ലറയിൽ വെച്ച് അവസാനിക്കുമെന്ന് ഒരു കോടതിയും പറയുന്നില്ല. അത്തമ്മ പറയും, നല്ല മറുപടി ഇങ്ങനെ വേണം പറയാൻ. അഥവാ നിങ്ങൾക്ക് മകളുണ്ടെങ്കിൽ തന്നെ അവളെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതും ഏറ്റെടുത്ത് ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾ അത് രണ്ടും ചെയ്തു. ഇതിനി മാറ്റാൻ പറ്റത്തില്ല. ഇത് 24 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അത് സംഭവിച്ചു പോയി. ഇതിനി മാറ്റാനോ വെട്ടിക്കളയാനോ ഒന്നും പറ്റത്തില്ല. അലീന എന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് സ്റ്റാൻലി ജോസഫ് എന്ന പേര് ഒരിക്കലും വെട്ടിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ റീത്തമ്മ പറഞ്ഞ്, എൽസമ്മയ്ക്കും അവിടെ മക്കൾക്കും നിങ്ങൾ കൊടുത്ത വേദനയ്ക്കും അപമാനത്തിനും പകരം ഞങ്ങൾ ചോദിച്ചിരിക്കും. അപ്പോൾ കാര്യമില്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പുളിക്കൽ തറവാട്ടിൽ എന്നും എല്ലാ കാലത്തും ആണുങ്ങളുണ്ട്, എന്തിനും പോകുന്ന ആണുങ്ങളുണ്ട്. എനിക്കും എൻ്റെ അനിയത്തി എൽസമ്മയ്ക്കും 4 ആങ്ങളമാരാണ് ഉള്ളത്. അവർ നിങ്ങളോട് പകരം ചോദിക്കും. ഇവിടെ അല്ലെങ്കിൽ കോടതിയുണ്ട്, നിയമമുണ്ട്, പള്ളിയുണ്ട്, പാർട്ടിക്കാരുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ദിവസം വരും എന്നൊക്കെ റീത്തമ്മ പറയുന്നുണ്ട്. നേരിടേണ്ടി വന്ന അപമാനത്തിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും. കോടതിക്ക് മുമ്പിൽ 24 വർഷം മുമ്പുള്ള കഥകളല്ല വേണ്ടത്. അവിടെ എൽസമ്മയ്ക്കും മക്കൾക്കുമാണ് നീതി കിട്ടുന്നത്. നീ നോക്കിക്കോ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, ഇവിടെ വെട്ടിക്കളയാനും വെട്ടിക്കുറയ്ക്കാനും ഒന്നുമില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. അലീന എന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേര് സ്റ്റാൻലി ജോസഫ് എന്ന് തന്നെ. ആ പേര് ഇനി ഒരിക്കലും വെട്ടിക്കളയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ റീത്തമ്മ പറയും, ഇതിന് പകരം ചോദിച്ചിരിക്കും. ഞാനിപ്പോൾ പോയിട്ട് ഇനി ഞാൻ വരും. വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് തന്നെ ഞാൻ വരും എന്ന് റീത്തമ്മ പറയും. ടെസ്സയോട് പറയും, വാ മോളെ, ഇങ്ങനൊരു അപ്പന് ജനിച്ചതാണ് നിങ്ങളുടെയൊക്കെ ശാപം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയും, ഇനി ഈ മുറിയിൽ നിന്ന് ഒറ്റ വാക്ക് സംസാരിച്ചേക്കരുത്, ഇറങ്ങാൻ പറയും. കൊച്ചിനെ വിളിച്ചുകൊണ്ട് റൂമിന് വെളിയിൽ ഇറങ്ങും. എന്നിട്ട് ആൻ്റപ്പനോട് ചോദിക്കും, ആൻ്റപ്പ പൗലോസ് ഇടില്ലേ? ഉണ്ട് റീത്തമ്മ ചേച്ചി, പൗലോസിലുണ്ട്. പിന്നെ പൗലോസിനെ വിളിക്കും, പൗലോസിനോട് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, പൗലോസെ, നീയല്ലേ ഇപ്പോൾ വന്ന് അവൾക്കും വെച്ച് കൊടുക്കുന്നത്? കാരണം നീ അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നുണ്ടല്ലോ, അവൾക്ക് നീ എന്തെങ്കിലും ഭാഷണോ എന്തെങ്കിലും കലക്കി കൊടുക്കരുതോ? അന്നേരം പറയും, അതൊക്കെ കൊലക്കുറ്റത്തിന് ഉത്തരവാദിത്തം പറയേണ്ട കേസാണ് റീത്തമ്മ ചേച്ചി, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് കൊല്ലാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കാനാണ് പറഞ്ഞത് എന്ന് പറയും. ആൻ്റപ്പനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ്റപ്പൻ ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ ആൻ്റപ്പൻ പറയും, ഞാനെന്തോ ചെയ്യാനാ ചേച്ചി, എന്തോ പറയാനാ, എങ്ങനെയും ജീവിച്ചു പോണ്ടേ എന്ന് പറയും. പൗലോസ് പറയും, ചേച്ചി എൻ്റെ അടുക്കളയും പിടിച്ചെടുക്കാൻ വേണ്ടി അവളൊരു ശ്രമം നടത്തിയിരുന്നു, പക്ഷെ വിട്ടുകൊടുത്തില്ല. അപ്പം റീത്തമ്മ പൗലോസിനോട് പറയും, നീ ഇവിടെ നിന്നോണം, നീ നിന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാനെ കൊണ്ട് നിന്നിൽ കൂടെ എനിക്കെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. ആൻ്റപ്പനാണെന്നൊന്നും പ്രത്യേകിച്ച് പറയത്തില്ല. ചേച്ചി ഒരു കാര്യം ഓർത്തു, അവൾ എന്തുവായാലും ഈ സ്ഥലവും ഈ വീടും അവളുടെ പേരിലാക്കും, അത് നിങ്ങൾ ഓർത്തോ എന്ന് പറയും. അത്തമ്മ പറയും, അവൾ ഇവിടെ ഇല്ലയോ ആൻ്റപ്പ? ഉണ്ട്, അപ്പുറത്തെ റൂമിലുണ്ട്. എന്നാൽ വാ, അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. മുകളിൽ ചെന്ന് റൂമിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പം പറയും, ഇതിവിടുത്തെ ഗസ്റ്റ് റൂമല്ലേ? അന്നേരം പറയാം, ആന്ന്. സ്റ്റാൻലിയുടെ മോൾക്ക് എന്തോ പ്രോബ്ലംസ് ഉണ്ട് അതിന്. അപ്പോൾ അതാ നീ ഓടിച്ചെന്ന്. സ്റ്റാൻലിയുടെ മോൾ ടെസ്സയാണെങ്കിൽ അതിനെന്തോ ഒരു ചെറുതായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അത് ഓടിച്ചെന്നിട്ട് ഡോറെ തട്ടുവങ്ങ്, എന്നിട്ട് കഥ തുറക്കെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ റീത്തമ്മ എന്നീ വഴക്ക് പറയും, നിൽക്കേ എന്ന് പറയും. അത് കഴിയുമ്പോൾ അലീന ഇറങ്ങി വരും. അപ്പോൾ അലീനയോട് ചോദിക്കും, അലീന ഇറങ്ങി വരും. അപ്പോൾ അലീന അതിനോട് ടെസ്സയോട് ചോദിക്കും, മോളേതാ? പറയും, ഇവിടെ താമസിക്കുന്നത് എൻ്റെ പപ്പയാണ്. ആണോ? അപ്പോൾ ചേച്ചി ഏതാ? അന്നേരം പറയും, ഞാൻ ആ പപ്പയുടെ മോളാ. ആണോ? അപ്പം ചേച്ചി എൻ്റെ ചേച്ചിയാണല്ലോ എന്നൊക്കെ പറയും. അതിന് നല്ല സന്തോഷം അലീനെ കണ്ടപ്പം. എന്നിട്ട് പറയും, എന്നാൽ കൈ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞത് കൈയൊക്കെ കൊടുക്കും.
അപ്പോഴത്തേക്ക് നമ്മുടെ റീത്തമ്മ ചേച്ചിക്ക് ഇഷ്ടപ്പെടത്തില്ല. റീത്തമ്മ ചേച്ചി പറയും, മാറി നിൽക്കടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് പിടിച്ച് മാറ്റും. അതിന് റീത്തമ്മ ചേച്ചി അലീനയോട് പറയും, 90 ദിവസത്തിനകം നീ ഇവിടുന്ന് പൊയ്ക്കോണം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറയും. ആൻ്റപ്പൻ ചേട്ടനോട് അലീന പറയും, ആൻ്റപ്പൻ ചേട്ടാ പപ്പയെ കണ്ടായിരുന്നു അവർ പോയോ? എന്നിട്ട് പറഞ്ഞാൽ അവർ പോയി, അവർ താപ്പോട്ട് ഇറങ്ങിപ്പോകാനെ കൊണ്ട് പപ്പയെ കണ്ടായിരുന്നു. ആ പപ്പയെ കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് വന്നത് ഇങ്ങോട്ട്. എനിക്ക് ആ മോളെ ശരിക്ക് കാണാനും പറ്റിയില്ല. ആ കുട്ടിയെ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ലേ? ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ? അതിനെന്തോ ഒരു ചെറിയ ഇത് എടുപ്പുണ്ടല്ലോ. അപ്പോൾ പറയും, ഇവരല്ലേ കൊണ്ട് നടക്കുന്നത്, ആര് കാണിക്കാനാ എന്ന് ആൻ്റപ്പൻ ചേട്ടൻ പറയും. അപ്പോൾ പറയും, ആൻ്റപ്പൻ ചേട്ടാ എനിക്ക് ഒന്നുകൂടെ അതിനെ ഇത് കാണണം, പോയി കാണത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് താപ്പോട്ട് ഇറങ്ങിച്ചെല്ലും. ടെസ്സിയ നീ കാറ് കയറാതെ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുക, ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിൽക്കുക പപ്പയുടെ കൂടെ. അപ്പോൾ പറയും, നീ വാ, നിന്നെ നോക്കാൻ ഇവിടെ ആരുമില്ല, അവിടെ ആണെങ്കിൽ ഞാനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇവിടെ എന്നെ നോക്കാൻ പപ്പയുണ്ട്. എന്നിട്ട് പറയും, ഇവിടെ ചേച്ചിയുണ്ടല്ലോ എന്നെ നോക്കാൻ, അതും പപ്പയുടെ മോളാണെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ പറയും, നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അലീന ഇറങ്ങി വന്നിട്ട് അലീന പറയും, ഞാൻ ഇവിടെ നിന്നോട്ടെ, ഞാൻ അടുത്ത ദിവസം കൊണ്ടുവിടാം എല്ലാം പറഞ്ഞ്, നീ ഈ കാര്യമൊന്നും നോക്കണ്ട, നീ ഇവിടുന്ന് പൊയ്ക്കോണം എന്ന് അലീനയോട് ദേഷ്യപ്പെടും. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻലി ആണെങ്കിൽ നിൽക്കാൻ വയ്യാത്ത രീതിയിൽ കുടിച്ച് ഫിറ്റായി നടന്ന് അലീനയുടെ റൂമിൽ വരും. എന്നിട്ട് അലീനയോട് ചോദിക്കും, അലീനെ കാണാൻ ആരെങ്കിലും ഇവിടെ വന്നായിരുന്നു? ആ വന്നായിരുന്നു, റീത്തമ്മേൻ്റെയും മോളും വന്നായിരുന്നു. ആ എന്താ പറഞ്ഞ്? ഇവിടുന്ന് 90 ദിവസത്തിനകം പൊയ്ക്കോളാൻ പറഞ്ഞ്, അല്ലെങ്കിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ അവളാ റീത്തമ്മ. റീത്തമ്മ എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അലീനയ്ക്ക്? അതിനെന്തോ പപ്പ പ്രത്യേകിച്ച് അർത്ഥം ഇരിക്കുന്നത്? അതിനുണ്ട് അർത്ഥം, റീത്ത് വെക്കുന്നവളെന്നാണ്. ഞങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്തത് അവളാ, അവൾ ഒറ്റയൊരുത്തിയാണ്. മറ്റുള്ളവർ നല്ലതായിട്ട് ജീവിക്കുന്നത് കാണുന്നത് അവൾക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് വേണ്ടി പണ്ടേ റീത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അലീന ചോദിക്കും, നീ പപ്പയുടെ ഇത്ര ദേഷ്യം വരാൻ അവർക്ക് എന്താ കാര്യം? ഞാൻ പറയും, അവൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവൾക്ക് മറ്റുള്ളവരെ നല്ലതായിട്ട് ജീവിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. സ്റ്റാൻലി പറയും, ഞാനാ അവിടെ വീട് വെച്ച് കൊടുത്തത്, കാറ് വാങ്ങിച്ചു കൊടുത്തു, ഞാൻ ക്യാഷ് ഇട്ട് കൊടുത്തു, അവരുടെ സപ്ലൈ ലൈൻ ഒന്നും മുറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം നീ ഇവിടെ വന്നെന്നറിഞ്ഞപ്പോഴത്തേക്കും ഓടി വന്നതാണ്. ഞാൻ അവൾക്ക് കൊടുക്കുന്നതെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടോ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും ഇന്നേ വരെ ആരും തിരക്കിയിട്ടില്ല. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞപ്പം ഓടി വന്നതാണ്. അവർക്കെന്ത് പ്രശ്നം നീ ഇവിടെ താമസിക്കുന്നതിന് എന്നൊക്കെ ചോദിച്ചു. നീ ആരാണെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് പപ്പയുടെ മോളാണെന്ന്. എന്താ അങ്ങനെ പറയണ്ടായിരുന്നു? നീ പറയണം, 1 പ്രാവശ്യമല്ല 7 പ്രാവശ്യം പറയണം എന്ന് പറഞ്ഞ്, എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. 1 പ്രാവശ്യം പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞു. അവരും പറയും, പപ്പയ്ക്ക് നിൽക്കാൻ വയ്യാലോ, അതുപോലെ പപ്പ കഴിച്ചിട്ടുണ്ടല്ലോ, പപ്പയ്ക്ക് ടെൻഷനുള്ളതുകൊണ്ടല്ലേ പപ്പ ഈ കഴിച്ചത്, എന്തിനാ പപ്പ ഇങ്ങനെ കഴിക്കുന്നത്? നിനക്ക് ടെൻഷനുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ വന്നു. അന്നേരം പറയും, എൻ്റെ ടെൻഷൻ പപ്പയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എന്ന് പറയും. അന്നേരം സ്റ്റാൻലി പറയും, എൻ്റെ ടെൻഷൻ നിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്. എൻ്റെ പേരിൽ പപ്പയുടെ വൈഫും മക്കളുമായിട്ട് തെറ്റിപ്പിരിയരുത്. അന്നേരം പറയും, അവരാരും എൻ്റെ കാര്യങ്ങൾ തിരക്കാൻ ഒരിക്കലും വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നോ എങ്ങനെ ഉണ്ടെന്നോ ഒന്നും, എനിക്ക് സുഖമാണെന്നോ തിരക്കാൻ ഒന്നും വന്നിട്ടില്ല. അവർക്ക് കിട്ടാനുള്ളതെല്ലാം ഞാൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കത് മാത്രം മതി. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നീ ഇതേപ്പറ്റി ചിന്തിക്കുകയോ വേണ്ട. അവരിനിയും വരട്ടെ, അവരെല്ലാവരും വരട്ടെ. വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പപ്പയുടെ മകളായിട്ട് ഞാൻ വന്നേക്കുന്നു. ഞാൻ വന്ന് ഇവിടുത്തെ സ്വത്തും പണവും എല്ലാം ഞാൻ തന്നെ എൻ്റെ പേരിലാക്കും എന്നുള്ള ടെൻഷനാണ് അവർക്ക്. മകളെന്ന പേരിൽ എവിടുന്ന് വന്ന് കയറിയ ഒരു പെണ്ണാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ പപ്പയുടെ സ്വത്തും പണവും എല്ലാം ഞാൻ കൈക്കലാക്കും എന്നുള്ള പേടിയാണ് അവർക്കുള്ളത്. സ്റ്റാൻലി പറയും, അവരിനി വരുമല്ലോ, വരട്ടെ, അപ്പോൾ ഞാൻ അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് അങ്ങ് പോകും. ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമേ അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.